പ്രഗ്നൻസി ടൈമിൽ കുറേ സ്കാനിങ്സ് ഉണ്ട് ഓരോ ട്രൈമസ്റ്റർ അനുസരിച്ച്. അത് നമ്മൾ സ്റ്റാർട്ടിങ് എപ്പോഴാണ്, അത് എങ്ങനെയൊക്കെയാണ് സ്കാനിങ്ങിൻ്റെ ഒരു വിശദാംശം? പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കണ്ടു, അവർക്ക് ബ്ലീഡിങ് ഇല്ല, അവർക്ക് വയറുവേദനയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ 12 ആഴ്ചയിൽ മതി ആദ്യത്തെ സ്കാൻ. അതാണ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് 20 ആഴ്ചയിൽ. എന്തിനാണ് 20 ആഴ്ചയിലെ സ്കാൻ? 20 ആഴ്ചയിലാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം വളർന്ന് നമുക്ക് എല്ലാ അവയവങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഹാർട്ട് ശരിയാണോ, ബ്രെയിൻ ശരിയാണോ, കയ്യിൽ എല്ലൊക്കെ ആവശ്യത്തിനുണ്ടോ, ഏതെങ്കിലും ഒരു എല്ല് കുറവാണോ, ഒരു വിരൽ കുറവാണോ, അല്ല ഹാർട്ടിനകത്ത് എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടോ, ഇതൊക്കെ അറിയാനായിട്ട് 20 ആഴ്ചയിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ 20 ആഴ്ചയ്ക്കകം ചെയ്യണമെന്ന് പറയുന്നു? ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യമുണ്ട്, അപ്പോൾ അതിനെ അബോർഷൻ ചെയ്ത് കളയണ്ടേ? 24 ആഴ്ച വരെ ഉള്ളൂ നമുക്ക് നിയമപരമായി അബോർഷൻ ചെയ്യാൻ പറ്റുന്ന സമയം. അപ്പോൾ 20 ആഴ്ചയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ ഫർദർ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരണം. അതെല്ലാം 24 ആഴ്ചയ്ക്ക് മുമ്പ് തരണം. നമ്മൾ 18 ആഴ്ച തുടങ്ങി 20 ആഴ്ച വരെ ഒരു സ്കാനിങ് പറയും. പിന്നെ നമ്മൾ 7-ാം മാസത്തിലാണ് കുഞ്ഞിൻ്റെ വളർച്ച തുടങ്ങുന്നത്. അത് കമ്പൽസറി അല്ല, പക്ഷേ 7-ാം മാസത്തിൽ ചെയ്താൽ നമുക്കറിയാൻ പറ്റും കുഞ്ഞിൻ്റെ അതുവരെയുള്ള വളർച്ചയൊക്കെ നോർമലാണോ അല്ലയോ. 9-ാം മാസം പ്രസവത്തിന് മുമ്പും നമ്മൾ വെള്ളമൊക്കെ നോർമലായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വയറ് നോക്കി കണ്ടുപിടിക്കണം എന്നാണ്. പക്ഷേ വയറ് നോക്കി കണ്ടുപിടിക്കാത്ത പലതും നമുക്കിപ്പോൾ സ്കാനിൽ കൂടെ കാണാൻ പറ്റും. കുഞ്ഞിന് പോകുന്ന രക്തയോട്ടം നല്ലതാണോ, മറുപിള്ളയിലേക്ക് പോകുന്ന രക്തയോട്ടം നല്ലതാണോ, കുഞ്ഞിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, ഇതൊക്കെ വെറും വയറ് മാത്രം നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനുള്ള സാഹചര്യം ഉള്ളപ്പോൾ നമ്മളത് ഉപയോഗിക്കുക തന്നെ വേണം.